അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങളിന്ന് മൂന്നാർ വരെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്, നൈസി ഉണ്ട്, പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ പപ്പയുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഉണ്ട്. സോ നമുക്ക് ട്രിപ്പിലോട്ട് പോവാം, എൻജോയ് ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിക്ക് വഴി നിറയെ ഇതേപോലെ പച്ചപ്പും പിന്നെ കുറേ മരങ്ങളും മലകളും അങ്ങനെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വ്യൂസ് ആയിരുന്നു. ഞാൻ ബസ്സിൽ വെച്ചിട്ടാണ് ആക്ച്വലി ഈ വീഡിയോസൊക്കെ എടുത്തത്. ഞാനും നൈസിയും കുറേ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പുമായിരുന്നു. ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഐസക്കുട്ടി ആട്ടോ. ഐസക്കുട്ടിയാണ് ഞങ്ങളുടെ ട്രിപ്പിലെ ഏറ്റവും ചെറിയൊരു വാവ. അപ്പോൾ അവളുടെ കൂടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആനയിറങ്കൽ ഡാമിലോട്ടാണ് കേട്ടോ പോയത്. മൂന്നാറിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഈവനിങ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഫാമിലി ആയിട്ട് വന്നിരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഫിഷിങ്, ബോട്ടിങ് എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഒത്തിരി പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. കണ്ട ഒരു ചേട്ടൻ അവിടെ വഞ്ചി തുടയുന്നു, മീൻ പിടിക്കുന്നു, അങ്ങനെ കുറേ കാഴ്ചകൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫാമിലി ട്രിപ്പിന് പറ്റിയൊരു ചെറിയൊരു സ്പോട്ടാണ് ഈ ആനയിറങ്കൽ ഡാം കേട്ടോ. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അടിപൊളിയായിട്ട് നല്ല ഫാമിലി ഫോട്ടോസും പിന്നെ അതേപോലെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഇതാണ് ഈ ടീ പ്ലാന്റേഷൻസിൽ നമ്മൾ നിന്നെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് നല്ല നല്ല മെമ്മറീസും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ വേറൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലോട്ട് പോകാം കേട്ടോ. വിൻറ്റർ ഗാർഡൻ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിൻറ്റർ ഗാർഡൻ്റെ തന്നെ കുറച്ച് ടീംസ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ റിസോർട്ടിലോട്ട് പോവാം കേട്ടോ. ഈവനിങ്ങിൽ ചായയും സ്നാക്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഞങ്ങൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ താഴോട്ട് വന്നപ്പോഴേക്കും ക്യാമ്പ് ഫയറിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പപ്പയാട്ടോ. പപ്പ ഭയങ്കര സന്തോഷത്തിലാണ്. ഫാമിലി ട്രിപ്പായാലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പായാലും എല്ലാ ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ കപ്പിൾസിനും വേണ്ട ഒരു ടാസ്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തു. എല്ലാവർക്കും കപ്പിൾ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കൊടുത്തു. ചേച്ചിയെ പിടിച്ച് കളിക്കാൻ
ക്യാമ്പ് ഫയറിൻ്റെയും ഡാൻസിൻ്റെയും ഒക്കെ ക്ഷീണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം കൂടി ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഊഞ്ഞാലാടാനായിട്ടിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ കുറച്ച് പിള്ളേരും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും ജോയിൻ ചെയ്ത് ഞങ്ങൾ മാറി മാറി ഊഞ്ഞാലൊക്കെ ആടി ആ ഒരു നൈറ്റ് എൻജോയ് ചെയ്തു. ആർക്കും ഉറങ്ങാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ ദൂരെ ഒരു ചെറിയൊരു റോഡ് കണ്ടത്. അപ്പം ഞാനും ഫ്രണ്ട്സും ഒക്കെ തീരുമാനിച്ചു ജസ്റ്റ് ഒന്ന് ആ വഴി പോയി നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആ കുഞ്ഞു വഴി കൂടെ ഒന്ന് പോയി നോക്കിയിട്ടോ. എന്തായിരിക്കും ലാസ്റ്റുള്ളൊരു വ്യൂ എന്ന് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം പോയി നോക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ടാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഞങ്ങൾ കണ്ടത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റിസോർട്ടിലെ ഗാർഡനിൽ ഇരുന്നപ്പോഴാട്ടോ വൈഡ് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ഞങ്ങൾ കണ്ടത്. അപ്പം കുറച്ചൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള കുറച്ച് പൂക്കളൊക്കെ ആട്ടോ അവിടെ ഞങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മുടെ ഈ മൂന്നാർ ട്രിപ്പ് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്.
നല്ല നല്ല കുറേ മെമ്മറീസും കുറേ നല്ല തോട്ട്സും അതേപോലെ തന്നെ നല്ലൊരു ഡേ സമ്മാനിച്ചു തന്നതാണ് ഈ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്കും ഈ മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.